വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ്. ഇന്നലെ കൊട്ടിക്കലാശമായിരുന്നു. ഇന്ന് നിശബ്ദ പ്രചരണമാണ് പാലക്കാട് നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പാലക്കാട് ധാരാളം വിവാദങ്ങൾ ഉണ്ടായി. ആ വിവാദങ്ങളിൽ ചിലതൊക്കെ ആളിക്കത്തി, ചിലതൊന്നും ഏശാതെ പോയി. ഈ പാലക്കാട് ഉണ്ടാക്കിയ വിവാദത്തിൽ ഏശാതെ പോയത് ഒരു ട്രോളി വിവാദമാണ്. അത് പ്ലാൻ ചെയ്യുന്ന ആ ഒരു ഓ, കർമ്മകുശലത, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ അത് പ്ലാൻ ചെയ്തവർക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ട്രോളി വിവാദം ഏശാതെ പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് സരിൻ കൂറുമാറിയത് വലിയ വിവാദമായിരുന്നു. സന്ദീപ് വാര്യരെ കൂറുമാറിയത് വലിയ വിവാദമായിരുന്നു. സന്ദീപ് വാര്യർ കോൺഗ്രസിലാണ്. പാലക്കാട് ഇപ്പോൾ ഏറ്റവും അവസാനം രാഷ്ട്രീയ സാഹചര്യം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തോടു കൂടിയാണ്. സന്ദീപ് വാര്യർ പാണക്കാട്ടൊക്കെ പോയി വലിയ രീതിയിൽ കാലും കൈയൊക്കെ പിടിക്കുന്നു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് പാലക്കാട് ഇത്തവണ എങ്ങനെ ചിന്തിക്കും എന്നുള്ളതാണ്. ചില നിരീക്ഷണങ്ങൾ ഞാൻ വായിക്കുകയുണ്ടായി. അതായത് പാലക്കാട് ന്യൂനപക്ഷ വോട്ടുകൾ ധാരാളമുണ്ട്. പാലക്കാട് നഗരസഭയിലും പിരായിരി പഞ്ചായത്തിലും ഒക്കെ ന്യൂനപക്ഷ വോട്ടുകൾ ധാരാളമുള്ള സ്ഥലമാണ് പാലക്കാട്. അപ്പോ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിലൂടെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് വിട്ടു പോകുമോ എന്നൊരു ഭയം കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളതായിട്ട് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ വന്ന ഉടനെ തന്നെ പാണക്കാട്ടേക്ക് വച്ചു പിടിച്ചത് എന്നുള്ളൊരു ഡൗട്ട് പല ആൾക്കാർക്കുമുണ്ട്. പിന്നെ ഈ പിരായിരി പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് ഉണ്ടല്ലോ, ഞാനിപ്പോ പാലക്കാടിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കൃഷ്ണകുമാരൻ അവിടെ ഭയങ്കര ഹോൾഡാണ്. ബി ജെ പിയിലെ കൃഷ്ണകുമാറിനെ ഈ പിരായിരി പഞ്ചായത്തിലൊക്കെ 25% മുസ്ലിം വോട്ടുകൾ ബി ജെ പിയുടെ പോക്കറ്റിൽ വന്ന് വീഴുന്നുണ്ട്. ഈ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ആകുമ്പോഴേ അത് വന്ന് വീഴുന്നുണ്ട്. അപ്പോ അത് കോൺഗ്രസിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ ഇലക്ഷനിൽ എന്തൊക്കെ അടിയൊഴുക്കുകളാണ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്? പെട്ടി തുറക്കുമ്പോ സന്ദീപ് വാര്യരുടെ ആഫീസ് പൂട്ടുമോ എന്നാണ് എനിക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത്. ഇന്നലെ ഇന്നുമായിട്ട് വളരെ രസകരമായ റിപ്പോർട്ടിംഗ് ആണ് നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്നത്. അപ്പോ അവര് അതിനകത്ത് അക്കമിട്ടാണ് വിവാദങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 30 ദിവസം 31 വിവാദങ്ങൾ. ഇന്ന് ഉം. മറ്റൊരു പ്രമുഖമായ മാധ്യമ സ്ഥാപനത്തിന് ഓൺലൈൻ പറയുന്നു പ്രധാന വിവാദങ്ങൾ. അപ്പൊ എണ്ണം ഇട്ടാണ് ഇവർ കൊടുക്കുന്നത്: 1, 2, 3, 21, 22 എന്ന്. ഏറ്റവും രസം വിവാദങ്ങൾ ഇവർക്ക് മാത്രം ഉണ്ടാക്കുന്നത് ഇതിന്റെ അവരല്ലേ, അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അതാ ഞാൻ ഏതൊക്കെ പറഞ്ഞു വരുന്നത്. ദിവസങ്ങളിലാണ്. ഈ വിവാദം എണ്ണ വിട്ട് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ഇവർക്കേ കഴിയും. കാരണം ഇത്രയും ദിവസം അതെ വിവാദം അതെ ഉണ്ടാക്കിയത് മുഴുവൻ ഇവരാ. അതുകൊണ്ട് ഒരെണ്ണം പോലും അതെ അതെ. തെറ്റത്തില്ല, കൃത്യമായിരുന്നു. എന്നാലും നമുക്ക് പ്രധാനപ്പെട്ട വിവാദങ്ങൾ നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയില്ല. അതായത് ഒന്നാമത്തെ വിവാദം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ പ്ലേസ് ചെയ്തതിലുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. ഒന്ന്, ഒരു പാലക്കാടിന് പുറത്തു നിന്ന് ഷാഫി പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പെട്ടെന്നുള്ള സ്ഥാനാർത്ഥിയാക്കിയതല്ല. ഷാഫി ഈ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ അത്തരത്തിൽ തന്നെ പറഞ്ഞിട്ടാണ് പോയത്. അന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. ഈ ഷാഫി ഈ അവിടെ ഈ എം പി ആകുകയും ഷാഫിയുടെ ഒരു നോമിനി പാലക്കാട് മത്സരിക്കുകയും ചെയ്യുമ്പോൾ അത് കോൺഗ്രസിനുണ്ടാക്കുന്ന ചലനം ചെറുതല്ല. കാരണം അവിടെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രബലരായ നേതാക്കൾ, പ്രത്യേകിച്ച് വിഭാഗത്തിൽ പെടുന്ന പ്രബലരായ നേതാക്കൾ അവിടെ ശക്തരായി നിൽക്കുകയാണ്. അവരെ എല്ലാം വെട്ടിക്കൊണ്ടാണ് അതിനു മുകളിൽ കൂടി ഷാഫി സതീശന്റെ ഒരു ഗ്യാങ് രാഹുലിനെ കൊണ്ട് നിർത്തുന്നത്. ഇത് തുടക്കത്തിൽ തന്നെ ആദ്യം വെടിപൊട്ടിച്ചത് ശ്രീ മുരളീധരനാണ്. അദ്ദേഹത്തിന് അവിടെ സീറ്റ് താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി കത്തെഴുതിയിരുന്നു, സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞിട്ടൊരു കത്ത്. അതാണ് ആദ്യത്തെ വിവാദം വരുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് വലിയ പൊട്ടിത്തെറി നടക്കുന്നു. കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവായിരുന്നു സരിൻ, അവിടുത്തെ ഒരു മീഡിയ അവരുടെ IT സെല്ലിന്റെ വക്താവ് സരിൻ ഇപ്പുറത്തേക്ക് വരുന്നു. ഇതായിരുന്നു ആദ്യത്തെ ഒരു സംഭവം. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെ അകത്തുള്ളിൽ ഒരു വിഷയം അവിടെ ഉണ്ട്, ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഈ CPM-ന് ഒരു റോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച BJP ആണ്. BJP-യിൽ ഇതുപോലെ തന്നെ സ്ഥാനാർത്ഥിയെ ചൊല്ലി ഒരു തർക്കം അവിടെ വരുന്നു. അണികൾക്കിടയിൽ, പാർട്ടിക്ക് ഇടയിലല്ല, അണികൾക്കിടയിൽ വലിയൊരു വാക്പോരുകൾ വരുന്നു. കാരണം ഈ ഈ BJP-യുടെ മറ്റൊക്കെ ഈ സൈബർ വിങ്ങിന് അല്ലെങ്കിൽ സൈബർ അണികൾക്ക് അവരുടെ പെട്ടെന്ന് ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളുമാണ് അവർ. അവര് പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ വയലന്റ് ആകും. പക്ഷെ ഇച്ചിരി കഴിയുമ്പം അവരെ സ്ഥാനാർത്ഥി വന്നിട്ട് പറയുകയാണ് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് തന്നെ നേരെ തിരികെ, അതായത് ക്ഷിപ്രപ്രസാദവും ക്ഷിപ്രകോപികളുമായിട്ടുള്ള അതാണ് ഒരു ബിജുട്ട, എനിക്ക് സൈബർ. മനസ്സിലാവാത്ത ഒരു കാര്യം എന്താ അറിയോ? ഈ എന്താണ് ഈ അണികളുടെ ഈ സൈക്കോളജി എന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ ബിജുട്ട നേരെ SDPI-യോ മുസ്ലിം ലീഗിന്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എടുത്തു പോകുക. അതായത് ഒരു തവണ അവരെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ 51 വെട്ടാണ്, SDPI ഒക്കെ ആണെങ്കിൽ പിന്നെ തിരിച്ചങ്ങോട്ട് കേറ്റത്ത് പോലും ഇല്ല.
ഇപ്പൊ BJP-യിൽ നിന്ന് ഒരാൾ SDPI-യിലേക്ക് പോയി ചേർന്നാലോ ലീഗിലേക്ക് പോയി ചേർന്നാലോ അവരുടെ മനസ്സിലുണ്ടായിരിക്കും അവൻ BJP-ക്കാരനാണ്, ഇവൻ മനസ്സിൽ കനത്ത വർഗീയതയായിട്ടാണ് അകത്തോട്ട് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അവന്റെ കയ്യകലത്തിൽ നിർത്തിയാൽ മതി എന്ന്. അടി മുതൽ മുടി വരെ നക്കി കഴിഞ്ഞാൽ പോലും മുസ്ലിം ലീഗിന് ആ മനസ്സിൽ ആ ഒരു ഇതുണ്ടായിരിക്കും, അങ്ങനെയല്ലേ? പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോഴുണ്ടല്ലോ, നമുക്ക് ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ ചിലപ്പം മോദിയെ പിടിച്ച് മാറ്റിയിട്ട് അവനെ അവിടെ എത്തിയിരിക്കും. അതൊരു നമ്മുടെ രീതിയാണ്. പക്ഷെ അപ്പോൾ പിടിച്ചിരുത്തിയവരൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് കൂടെ അന്വേഷിക്കുന്ന നന്നായിരിക്കും. ചിലർക്ക് കൊട്ടും കുറവേ അതൊക്കെ അത് അതും കൂടെ നോക്കണം നമ്മള്. അപ്പൊ അതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ഇതാണ് ഇപ്പൊ പക്ഷെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ചൂണ്ടുപലക തന്നെയാണ്, കൃത്യമായ ഒരു ചൂണ്ടുപലക തന്നെയാണ് അവിടെ. അവിടുത്തെ സംബന്ധിച്ച് പറയണമെങ്കിൽ 3 പാർട്ടിക്കും നിർണായകമായ ചില ലക്ഷ്യങ്ങളുണ്ട്. BJP സംബന്ധിച്ച് അവർക്ക് ഒരു ജയം അവർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് അവർക്ക് കുറച്ചൊരു ഊർജ്ജം പകരും. LDF-നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വോട്ട്, അവർ ജയിക്കുമെന്ന് അവർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, പക്ഷെ വോട്ട് കുറയാതെ നോക്കണം. കാരണം ഇപ്പൊ തന്നെ ഈ പിണറായി സർക്കാരിന് ജനപ്രീതി കുറഞ്ഞു എന്ന് പറയുന്ന ആ ഒരു ആരോപണത്തിന് തടയിടേണ്ടത് അവരുടെ അനിവാര്യമായ ഘടകമാണ്. മൂന്നാമത്തത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് പാലക്കാട് ജയിച്ചു കയറിയാൽ മാത്രമേ കേരളത്തിലേക്ക് ഇനി ഞങ്ങൾ വരുന്നു അടുത്ത ഭരണത്തിലേക്ക് എന്ന് പറയാൻ കഴിയൂ. കാരണം ചേലക്കര അവർക്ക് ഇപ്പോഴും വലിയ ഉറപ്പില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് അവർ നിൽക്കുന്നത്. അപ്പം പാലക്കാട് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വോട്ട് അടിയൊഴുക്കുകൾ എങ്ങോട്ടാണ്. നേരത്തെ ധനുഷ് സൂചിപ്പിച്ച കണക്ക് ഈ ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഒരു നിർണായക സ്വാധീനമുള്ള ഇടമാണ് പാലക്കാട്. ഏതാണ്ട് 25% ന്യൂനപക്ഷ വോട്ടുകൾ ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രമുണ്ട്. ഒപ്പം തന്നെ ഈ 72%-ഓളം മറ്റ് വിഭാഗങ്ങൾ, 2% ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ടും ഇതിനകത്ത് നിർണായകമായ റോൾ വഹിക്കുന്നുണ്ട്. ഇവിടെ ഈ ഇപ്പൊ മുസ്ലിം സമുദായത്തിനിടയിൽ കൃഷ്ണകുമാറിന് കുറച്ചൊക്കെ സ്വീകാര്യതയുണ്ട്. കാരണം അദ്ദേഹം നിന്ന് ജയിച്ച സമയങ്ങളിലൊക്കെ ആ വാർഡുകളിലൊക്കെ മുസ്ലിം വോട്ടർമാരുള്ള വാർഡുകൾ തന്നെയാണ്. അതായത് ഈ ചില ഇടങ്ങളിലൊക്കെ മുസ്ലിം വിഭാഗങ്ങളൊക്കെ പാർട്ടി നോക്കാതെ വോട്ട് ചെയ്യും. കാരണം അവർക്ക് കുറച്ചൊരു ഗുണപ്രദമാകുന്ന നേതാവാരെന്ന് നോക്കി വോട്ട് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ലീഡറാണ് കൃഷ്ണകുമാർ. അപ്പോ പക്ഷെ അത് നിയമസഭയിൽ ജയിക്കാനായിട്ട് അത് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ അത് മാത്രം പോരാ. ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് ആശ്രയിച്ചിരിക്കും. ഇത്തവണത്തെ മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം UDF-ന് അനുകൂലമായിട്ട് പോകും. അത് സന്ദീപ് വാര്യർ വന്നാലും വന്നില്ലേലും ആ വോട്ടുകൾ അതിലേക്ക് പോകും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDF-നോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, SDPI എന്ന് പറയുന്ന മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലുള്ള ശക്തമായ 3 സംഘടനകൾ അരയും തലയും മുറുക്കി UDF-ന് വേണ്ടി മുന്നണിയിൽ നിൽക്കുന്നു. ഈ 3 സംഘടനകൾ യോജിക്കുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം വോട്ടുകൾ ചോരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അഥവാ കാരണം ഈ 3 സംഘടനകളിലും ഉള്ള പ്രവർത്തകർ, അവരുടെ അനുഭാവികൾ, അവരുടെ കുടുംബാംഗങ്ങള്, അവര് ചെലുത്തുന്ന സ്വാധീനം, ആ 3 കൂട്ടരും കൂടി ഒന്നിച്ചു നിന്നൊരു സമുദായത്തിന്റെ വോട്ട് വലിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം പോലും ചോർന്നു പോകാൻ സാധ്യതയില്ല. പിന്നെ ഈ പറഞ്ഞ കൃഷ്ണകുമാറിനോടൊക്കെ വ്യക്തിപരമായി ചെയ്യുന്ന വോട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ധനുഷ് പറഞ്ഞ ആ ഒരു നിരീക്ഷണത്തിന് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം സന്ദീപ് വാര്യർ വന്നുകൊണ്ട് മുസ്ലിം വിഭാഗത്തിനിടയിൽ നിന്ന് UDF-ന് വോട്ട് വെറുതെയാണ് അത്. അവിടെ അവര് ചെയ്യിച്ച പണി എന്ന് വെച്ചാൽ മാമോദീസ മുക്കുന്ന പണിയാണ് സന്ദീപ് വാര്യരെ കൊണ്ട് ചെയ്യിച്ചത്. നമ്മുടെ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലൊക്കെ മാമോദീസ മുക്കും. ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ വന്നു കഴിയുന്നു. കോൺഗ്രസിൽ വരുന്നു, നേരെ പോയിട്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ മുന്നണിയിലെ ഏറ്റവും പ്രബല കക്ഷി ലീഗാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞ ലീഗ് വരയ്ക്കുന്ന വലയിൽ കൂടെയാണ് ഇപ്പൊ കോൺഗ്രസ് കേരളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് വോയിസ് ഇല്ല. പഴയ കോൺഗ്രസ് അല്ല. പണ്ട് കോൺഗ്രസ് പറയും ലീഗ് കേൾക്കുമായിരുന്നെങ്കിൽ ഇന്നിപ്പോ ലീഗ് പറയുന്നത് കോൺഗ്രസ് കേൾക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ സ്വാഭാവികമായും സന്ദീപ് വാര്യർ അവിടെ കൊണ്ടുപോകുന്നതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് സന്ദീപ് വാര്യരെ ഒരു മതേതരനാക്കി ചിത്രീകരിക്കുക. കാരണം മുസ്ലിം ലീഗാണ് മതേതരത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടി. മുസ്ലിം ലീഗാണ്. അവരെപ്പോഴും പറയും ഞങ്ങൾക്കൊരു രാമൻ ഉണ്ടായിരുന്നു. അവർക്കൊരു രാമൻ ഉണ്ടായിരുന്നു. സ്ഥിരം രാമനില്ലേ ഞങ്ങൾക്ക്. രാമൻ എന്ന് വെച്ചാൽ അവരുടെ മെമ്പറിന്റെ പേരാണ്, അവരുടെ ഒരു നേതാവിന്റെ പേരാണ്, ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നത്. അപ്പൊ അവർ ഇടയ്ക്കിടയ്ക്ക് പറയും രാമൻ ഞങ്ങളോട് ഉണ്ടായിരുന്നില്ലേ, ഞങ്ങളല്ലേ മതസൗഹാർദ്ദം കേരളത്തിൽ കാത്തു സൂക്ഷിച്ചത്, ഞങ്ങളല്ലേ ഇന്ത്യയിലെ എപ്പോഴും ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ മതസൗഹാർദ്ദത്തിന്റെ മലയാളത്തിന്റെ മതസൗഹാർദ്ദത്തിന് അല്ല, ഈ ലീഗ് അങ്ങനെ എപ്പോഴും പറയുന്നത് ഞങ്ങളാണ് ഇത് കാത്തു സൂക്ഷിച്ചിരുന്നത് എപ്പോഴും പറയുന്നത്. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണ്. കാരണം അവരങ്ങനെ വലിയ രീതിയിലുള്ള വർഗീയ ഒരു എന്താ പറയുന്നത് വലിയ സംഘർഷത്തിലേക്കോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതിലൊന്നും അവർ പോയിട്ടില്ല. അപ്പം അവിടെ ചെല്ലുന്നു, അവിടെ ചെന്നിട്ട് ഒരു മതേതര സർട്ടിഫിക്കറ്റ് ഓക്കെ ആക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. അത് ഈ വോട്ട് എടുപ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളത് അവിടെ ഹിന്ദു ക്രൈസ്തവ വോട്ടുകളാണ്. ഇവിടെ കഴിഞ്ഞ ഒരു 3-4 ദിവസമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മനസ്സിലാക്കും അവിടുത്തെ പ്രചരണത്തിൽ കെ സുരേന്ദ്രൻ ആയാലും
അവിടുത്തെ ഉം. പ്രവർത്തനം നടത്തുന്നവരായാലും ഏറ്റവും കൂടുതൽ പിന്നെ ലക്ഷ്യം വെച്ച് സംസാരിക്കുന്നത് മുഴുവൻ വർഗീയതയാണ്. അതായത് ശ്രീനിയേട്ടന്റെ കൊലപാതകികളായ SDPI ആണ് ഒരു ഭാഗത്ത്. ഉം. അവർ ആ SDPI കോൺഗ്രസിന്റെ ഓഫീസിൽ SDPIയുടെ നേതാക്കളും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും ഒക്കെ ഒരിക്കലും ചിത്രം പ്രചരിപ്പിക്കും. അവിടെ ഒരു വലിയ വൈകാരിക തലം അവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ. അതായത് ഒരു ഭാഗത്ത് ഇവരാണ്, നമുക്ക് അതിന് പ്രതികാരം ചെയ്തേ മതിയാകും, ഇല്ലെങ്കിൽ നമ്മുടെ ഇതിൽ നമുക്ക് ജയിച്ചേ മതിയാകും എന്നൊരു രീതിയിലുണ്ട്. അത് ഉം. കുറച്ചൊക്കെ ഏശിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഉം. ഒപ്പം തന്നെ സന്ദീപ് വാര്യർ പോയത് ഈ പാർട്ടിയിൽ നിന്ന് ഒരു തരത്തിൽ ചത്ത് കിടക്കുന്ന സംഘികൾക്ക് ഒരു ഊർജം പകർന്നു എന്ന് തന്നെ പറയാം. സ്വാഭാവികമായിട്ടും ഈ BJPയുടെ സംസ്ഥാന നേതൃത്വത്തോടൊന്നും താല്പര്യമില്ലാത്ത ഒരു ചെറിയ വിഭാഗം ആളുകളുണ്ട്. കാരണം സംസ്ഥാനം അവർക്ക് സുരേന്ദ്രനൊക്കെ മോദിയെ ഇപ്പൊ കിട്ടുന്ന ഇഷ്ടമാണ്. സപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ സുരേന്ദ്രനായിട്ട് ഞാൻ അല്ല, പണ്ട് ആ തെരുവോരം സപ്പോർട്ടിന് അധികം നടന്നു പോയപ്പോ ആയസൊന്നും ഇല്ല. സുരേന്ദ്രന് ഭയങ്കര സപ്പോർട്ട്. അല്ലല്ല, ആ സപ്പോർട്ടിന് അധികം ആയസൊന്നും ഇല്ല. അത് പിന്നെ 23-ാം തീയതി കഴിഞ്ഞിട്ട് അറിയാൻ പറ്റത്തില്ല അതിന്റെ ഒരു എത്ര വാല്യൂ ഉണ്ടെന്ന്. അത് അതുകൊണ്ടല്ല ഇതിനകത്ത് വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുരേന്ദ്രന് കിട്ടുന്ന സപ്പോർട്ട് അല്ല ഇപ്പൊ സുരേന്ദ്രനുള്ളത്. പകരം അത് സംഘടനയ്ക്ക് കിട്ടുന്ന സപ്പോർട്ടാണ്, പാർട്ടിയോടുള്ള സ്നേഹമാണ് ആ കാണുന്നത്. അതിനകത്ത് പറയുന്നുണ്ടല്ലോ, നാളെ മോദി പോയാലും ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ തന്നെ കാണുമെന്ന് ഉറച്ചു പറയാനായിട്ട്. അത് CPM-ന്റെ അണികൾക്കും BJPയുടെ അണികൾക്കും മാത്രമേ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയൂ. കാരണം അവർ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതുകൊണ്ട്. അപ്പൊ ഇവിടെ രണ്ടു കൂട്ടർ, അപ്പൊ ഇവിടെ എല്ലാവരും പറയുന്നത് മൂന്ന് കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട. ആ 3 പോയിന്റിലേക്കാണ് ഉം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ 3 പോയിന്റ് ആയിരിക്കും പാലക്കാടിന്റെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സംഭവിച്ചത് എന്താണ്? ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ BJPക്ക് ചോർന്നുപോയി. ഇത്തവണ അത് സംഭവിക്കില്ല. കാരണം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. അവർക്ക് കഴിഞ്ഞ തവണ പിടിച്ച ഉം. വോട്ട് തന്നെ നിലനിർത്തുക തന്നെ വേണം അവർക്ക്. ഒപ്പം സരിൻ വന്നപ്പോ കോൺഗ്രസിൽ നിന്ന് ഒരു ചെറിയ വിഭാഗത്തിന്റെ എങ്കിലും പിന്തുണ സരിൻ ഉറപ്പാക്കുകയും വേണം. കാരണം ഈ പാലക്കാട് CPM-ന്റെ വോട്ട് കുറഞ്ഞാൽ സ്വാഭാവികമായും ജനം പറയും നിങ്ങളുടെ ജനപിന്തുണ നഷ്ടപ്പെട്ടു, നിങ്ങളുടെ ഈ വൃത്തികെട്ട ഭരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ നിലയിൽ പോകേണ്ടി വന്നത് എന്ന് പറയും. ഇല്ലെങ്കിൽ പറയും ഒട്ടുമറിച്ചു, BJPക്ക് ഒട്ടുമറിച്ചു എന്ന് പറയും. ഈ ഒരു ദുഷ്പേര് മാറ്റേണ്ടത് അവർക്കൊരു, മുമ്പ് BJPക്കായിരുന്നു ഈ ഒരു ഗതികേട് ഉണ്ടായിരുന്നത്. കാരണം അവർ ഏത് തെരഞ്ഞെടുപ്പിൽ മുമ്പ് മത്സരിച്ചാലും അവർ വോട്ട് മറിച്ചു എന്ന് പറയും. BJPക്കാർ വോട്ട് മറിച്ചു, വോട്ട് വിറ്റു എന്ന് പറയും. ഈ ഒരു അവസ്ഥയിൽ BJP ഇപ്പൊ കരകയറി. അത്യാവശ്യം അവർക്ക് എല്ലായിടത്തും നിന്ന് കഴിഞ്ഞാലും ഒരു 10% മുകളിൽ വോട്ട് പിടിക്കാൻ പറ്റാത്ത മണ്ഡലങ്ങളാണ് ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തും. ഇപ്പൊ ആ ഒരു ഗതികേടിലേക്ക് ചില മണ്ഡലങ്ങളിലെങ്കിലും CPM ഉം. എത്തിയിട്ടുണ്ട്. അതിലൊരു മണ്ഡലമാണ് പാലക്കാട്. കാരണം ഇതിൽ ഒരു വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ CPM-ന്റെ മണ്ടയ്ക്ക് കയറും, അവര് വോട്ട് മറിച്ചു എന്ന് അതെ പറയും. അതെ. അതുകൊണ്ട് അവർക്ക് ഉള്ള വോട്ട് നിലനിർത്തണം. അതുകൊണ്ട് ഈ ശ്രീധരന്റെ സിറ്റുവേഷൻ ഇവിടെ ഇല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്, അത് പുറമേ കാണുന്നില്ലെങ്കിലും അത് എത്രത്തോളം വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോർത്തും എന്ന് തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന കൃഷ്ണകുമാർ, അദ്ദേഹത്തിന് അദ്ദേഹത്തിനും ചില പ്രശ്നങ്ങൾ പാർട്ടിക്ക് ഉള്ളിലുണ്ട്. അദ്ദേഹത്തിന് എതിരെ ഉള്ള, പാലക്കാട് തന്നെ അദ്ദേഹത്തിനെതിരെ ഉള്ളവരുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഈ സന്ദീപിന്റെ വിഷയത്തിൽ ആഹ് ഒന്നിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അത് ഉം. എത്രത്തോളം BJP പ്രവർത്തകർ അവരുടെ ഓരോ വോട്ടും അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും. ഏതായാലും പാലക്കാട് മത്സരം വളരെ ടൈറ്റ് ആയിട്ട് തന്നെ മുൻപോട്ട് പോകുന്നുണ്ട്. ഇതിൽ 2-3 പക്ഷമുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലെയും ടീമിനെയും അവരുടെ പാർട്ടിക്കാർ തന്നെ കാലും വാരുമോ ഇല്ലയോ എന്നുള്ളത് പെട്ടി പൊട്ടിക്കുമ്പോഴേ അറിയാൻ കഴിയത്തുള്ളൂ. കാരണം കോൺഗ്രസിന്റെ രീതി എന്ന് പറഞ്ഞാൽ അവർ തോളിൽ കൈയിട്ട് നടന്നിട്ട് പണി കൊടുക്കുന്ന ഒരു ടീമാണ്, നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. കാരണം ഈ ഉം. നേതാക്കളെ ആവശ്യം മുന്നിൽ ഒതുക്കിക്കൊണ്ട് നിൽക്കും. കാരണം അവരെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാജയം രാഹുലിന്റെ പരാജയമല്ല, രാഹുൽ അവിടെ ഒരു ഫാക്ടറേ അല്ല, അവരെ സംബന്ധിച്ച് ഒരു സംഭവമല്ല. അവരെ സംബന്ധിച്ച് അവിടെ ഉയർന്നു വരുന്ന ഒരു അധികാര കേന്ദ്രമായി ഷാഫി മാറുന്നു. ആ ഷാഫിക്ക് തടയിടുക എന്നുള്ളതാണ് രാഹുലിന്റെ പരാജയത്തിലൂടെ അവർ ലക്ഷ്യമാക്കുന്നത്. കാരണം അവരുടെ കൈപ്പിടിയിലേക്ക് ഇത് ഒതുക്കുക, അതിനുള്ള അല്ല, പണികൾ കോൺഗ്രസ് അവർ. തന്നെ രാഹുലിനെ തോപ്പിക്കുമെന്നാണോ ബിജേട്ടൻ പറഞ്ഞത്? അതിനകത്ത് തന്നെ ഒരു വിഭാഗം, കോൺഗ്രസ് അല്ല, ഒരു വിഭാഗം അതിനകത്ത് ഉറപ്പായിട്ടുണ്ടാകും. കാരണം അവരുടെ ലക്ഷ്യം രാഹുലല്ല. അവരുടെ ലക്ഷ്യം രാഹുലിന്റെ വിജയത്തോടു കൂടി പാലക്കാട് ശക്തനായത് ഷാഫിയാണ്. ഷാഫി സതീശൻ കൂട്ടുകെട്ടാണ് പിന്നെ അവിടെ അരങ്ങ് വാഴുന്നത്. അവിടെ പഴയ പുലികൾ ഒരുപാട് നിൽപ്പുണ്ട്. അവിടുത്തെ MP ഉണ്ട്, അവിടെ ലക്ഷ്യം വെക്കുന്നവരുടെ പഴയ ഗ്രൂപ്പുകാരുണ്ട്. ഇവരെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ കൂടെയാണ് ഈ പാലക്കാട്. അവർ പുറമേ കാണിച്ചില്ല എങ്കിലും ഒരുപക്ഷെ അവരുടെ ഭാഗത്തു നിന്നുള്ള വോട്ട് ചോർച്ച ഉണ്ടായേക്കാം. നമ്മൾ ഇതേപോലെ ഒരു ചർച്ച നടത്തിയ ഒരു ഇടമാണ് തൃശ്ശൂര്. ധനുഷ് ഓർക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ ഉണ്ട് ഉണ്ട്. പാളയത്തിൽ നിന്ന് ഒലിച്ചു പോയ വോട്ട് എവിടുന്നാ വന്നത്? ഇതാണ് അതൊരു രീതി, ഇത് സ്വാഭാവികമാണ്. രണ്ടാമത്തെ കാര്യം, ഉം. CPM ഇത്തവണ വോട്ട് മറിച്ച് രാഹുലിന് കൊടുക്കില്ല. അതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവരെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടം. അവർക്ക് ഒരു വോട്ടെങ്കിലും കൂടുതൽ പിടിച്ചാലേ നാളെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇതാ ഞങ്ങളുടെ അതെ അതെ. വികസന പ്രവർത്തനത്തിന് ജനം നൽകിയ അംഗീകാരമാണ്, കഴിഞ്ഞ തവണത്തേക്കാൾ ഞങ്ങൾ കൂടുതൽ ശതമാനം വോട്ട് പിടിച്ചു. അതൊന്നും ഒരു വോട്ടും അവരുടെ മറിയില്ല. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ
ഈ BJP-ക്കാർ അവരുടെ വോട്ട് കൃത്യമായി തന്നെ അവർ വാങ്ങിയെടുക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ അനുഭാവനെ കൊണ്ട് കൃത്യമായി തന്നെ വോട്ട് ഉറപ്പിച്ച് ചെയ്യിക്കാനായാൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. ഏതായാലും ഈ പറയുന്നത് പോലെ ഒരു വലിയ ഒരു ഇതിലൊന്നും വലിയൊരു മാർജിനൊന്നും അവിടെ ആര് തന്നെ നിന്നാലും ജയിക്കത്തില്ല. ഇതാണ് പാലക്കാടിന്റെ ഒരു പൊളിറ്റിക്സ്. ഈ രാഷ്ട്രീയം കഴിഞ്ഞാൽ, ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രദ്ധേയനായ ഒരു നേതാവായി കേരള രാഷ്ട്രീയത്തിലേക്ക് മാറും. കാരണം ഈ കേരളം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാലക്കാട് തെരഞ്ഞെടുപ്പ് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്നതാണ്. കാരണം കേരളത്തിൽ വേറെ തെരഞ്ഞെടുപ്പ് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ടാണ്. അതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുണ്ടാകും. അദ്ദേഹം തോറ്റാലും ജയിച്ചാലും. രണ്ട്, കൃഷ്ണകുമാർ ജയിച്ചാൽ അഭിമാനിക്കാം. പക്ഷെ അത് കൃഷ്ണകുമാറിന് മാത്രം നേട്ടമല്ല, സംഘപരിവാർ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി നേടിയ വിജയമാണ്. ഇനി അദ്ദേഹത്തിന് തോറ്റാൽ അദ്ദേഹത്തിനും ഈ സംസ്ഥാന അധ്യക്ഷനും അടക്കം ഒരുപാട് പഴി കേൾക്കേണ്ടി വരും. ഒരുപക്ഷെ സന്ദീപ് വാര്യർ ഇപ്പൊ പോയപ്പോൾ അതിനെ ദേഷ്യപ്പെട്ട് ഇവരെ പിന്തുണയ്ക്കുന്നവർ നാളെ തിരിഞ്ഞു വീഴാനും യാതൊരു മടിയും ഉണ്ടാകത്തില്ല. അതാണ് അവരുടെ അവസ്ഥ. CPM-ലേക്ക് വരികയാണെങ്കിൽ അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിനേക്കാൾ വോട്ട് കൂടുതൽ പിടിച്ചേ മതിയാകും. കുറഞ്ഞ പക്ഷം കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് നിലനിർത്തുകയെങ്കിലും വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് എന്താകുമെന്ന് അറിയാം. പിണറായി വിജയന്റെ ജനപ്രീതി കുറഞ്ഞു തുടങ്ങി, അവരുടെ ദുർഭരണത്തിനെതിരെ ജനം വോട്ട് ചെയ്തു, കണ്ടില്ലേ നിലംപരിശായി പോയി എന്ന് പറയും. അത് അവർക്ക് ഒഴിവാക്കണം. പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഡോക്ടർ സരിൻ. ആ സരിന് എന്റെ പവർ സരിനും കാണിച്ചേ മതിയാവും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സരിൻ സ്വന്തം ഇഷ്ടത്തിൽ ചാടി വന്നതാണ്. എപ്പോഴും ഒരു നേതാവ് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വന്തം പാർട്ടിയിലെ ഏറ്റവും അടുത്ത വിശ്വസ്തരുമായി ഒരു ചർച്ച നടത്താറുണ്ട്. അത് ഏത് നേതാവ് പോകുമ്പോഴും. ഇപ്പോ ഞാനൊരു പാർട്ടിയുടെ നേതാവാണെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് എന്റെ വിശ്വസ്തരമായി ഞാൻ ചർച്ച നടത്തും. ഞാൻ ഇന്നിടത്തേക്ക് പോകുന്നു, നിങ്ങൾക്കും ചില ഓഫറുകൾ തരാം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ. അപ്പൊ ചിലപ്പോൾ രണ്ട് രീതിയിലാണ് അങ്ങനെ പോകുന്നത്. ഒന്ന്, ഈ പാർട്ടിയിലുള്ളവർ തന്നെ പറയും നീ ചാടിക്കോ, നിനക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, പക്ഷെ ഞങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നവരുണ്ട്. മറ്റൊരു കൂട്ടര് പറയും ചാടിക്കോ, നീ അവിടെ പോയി സേഫ് ആയി കഴിഞ്ഞ് ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം എന്ന് പറയുന്നവരുണ്ട്. ഇത് രണ്ടും ഇല്ലാതെ പോയത് സന്ദീപ് വാര്യർ മാത്രമേ ഉള്ളൂ. കിട്ടിയ പെട്ടിയും കിടക്കയും കൊണ്ട് മാത്രം പോയത്, അണികളെയും കൊണ്ടുപോയാലും നേതാക്കളെയും കൊണ്ടുപോകാതെ പോയത്. പക്ഷെ മറ്റേ സരിനെ പോലെയൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നില്ല. സരിൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാലും കോൺഗ്രസിലെ ഒരു ചെറിയ വിഭാഗത്തിന്റെ ആശീർവാദത്തോടു കൂടി തന്നെ ആകണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു തട്ടകം, ആ തട്ടകത്തിൽ എന്തായാലും അദ്ദേഹത്തിന് ഒരു ബന്ധം ഉണ്ടാവുമല്ലോ നേതാക്കന്മാരുമായിട്ട്. അവരോട് ചോദിക്കുകയും അവരോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാതെ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്ന ഒരാൾ രാവിലെ കിടക്കയൊക്കെ എടുത്തുകൊണ്ട് CPM-ന്റെ പാർട്ടി ഓഫീസിലോട്ട് പോകും? ഇല്ല. CPM ഒരു പാർട്ടി സരിൻ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങോട്ട് വന്ന ഉടനെ തന്നെ ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുത്ത് ഞങ്ങൾ സ്ഥാനാർത്ഥിയാകുക എന്ന് പറയുമോ? ഇവർക്കാർക്കും നേതാക്കന്മാരില്ലാത്ത പാർട്ടിയൊന്നുമല്ല. അവരതിനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം ആകും അങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അവർക്ക് അതിൽ ചില ലക്ഷ്യങ്ങളുണ്ടാകും. സരിൻ വരുന്നത് കൊണ്ട് അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാകാം. അതൊക്കെയാണ് അവരുടെ ഒരു 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 പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ഒന്നായിട്ട് പറയാം. പിന്നെ ഇപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പിന്നെ ഉള്ളൊരു ജീവൻ മരണ പോരാട്ടം നടത്തുന്ന വ്യക്തി സന്ദീപ് വാര്യരാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ BJP ആണ് ജയിക്കുന്നതെങ്കിൽ അതോടുകൂടി സന്ദീപിന്റെ ആ ഒരു ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് തീരുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊന്ന്, ഇനി അഥവാ BJP തോൽക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യർ, ഷാഫി പറമ്പിൽ തുടങ്ങിയ ഒരു ടീമിന്റെ ഒരു അച്ചുതണ്ടാകും പാലക്കാടേക്ക് വരുന്നത്, പാലക്കാടിന്റെ കോൺഗ്രസ് പൊളിറ്റിക്സിലേക്ക് ഉണ്ടായി വരുന്നത്. ഇതിനെ അവിടുത്തെ കോൺഗ്രസ്സുകാർ വലിയ വിഭാഗം എതിർക്കുന്നുണ്ട്. ഈ സന്ദീപ് വന്നതുകൊണ്ട്, അതായത് കോൺഗ്രസിലേക്ക് വന്നതുകൊണ്ട് കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അപകടകരമായ ഒരു നീക്കമാണ് നടത്തിയതെന്നാണ് തോന്നുന്നത്. കാരണം സന്ദീപ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസിനകത്തുള്ള ചിലരുണ്ടായിരിക്കും കരുതുന്നത്, എടാ ഇന്നലെ വരെ BJP നടന്ന ഒരാൾ ഇപ്പൊ വരുന്നു, അങ്ങേർക്ക് നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുന്നു, ഇല്ലെങ്കിൽ ഇപ്പൊ ഓഫർ ചെയ്തിരിക്കുന്ന സ്ഥാനമാനങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല, സ്ഥാനമാനങ്ങൾ കിട്ടുന്നു, നമുക്ക് കിട്ടാത്തൊരു വലിയ പ്രാധാന്യം കിട്ടുന്നു, അങ്ങനെയെങ്കിൽ ഇവൻ അങ്ങനെ വലുതാകണ്ട എന്നൊരു ചിന്ത അവർക്കിടയിൽ കുറച്ചു പേർക്കെങ്കിലും ഉണ്ടാകും സ്വാഭാവികമായിട്ട്. ആ വരുന്നവരെന്ത് പറ്റും? ആ വരുന്നവരുടെ വോട്ടും കുറയുന്നതായിട്ട് നമ്മൾ കണക്കൂട്ടേണ്ടി വരും. കാരണം ഇന്നലെ വരെ അവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കോരുകയും വിറകോട്ടുകയും ചെയ്യുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേനും ഇതേ ഒരാൾ പറന്നെത്തുന്നു, അയാൾ അതിന്റെ ഹീറോയിസം മുഴുവൻ എടുക്കുന്നു, അയാളുടെ കൈ നോക്കി കാണിക്കുന്നു, അയാൾക്ക് ആരാധന, അയാളുടെ വാർത്തകൾ കൊണ്ട് നിറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവൻ വളർന്നുകൂടാ എന്ന് ചിന്തിക്കും, ഇവനെ വളരാൻ അനുവദിച്ചുകൂടാ എന്ന് ചിന്തിക്കും. പക്ഷെ കോൺഗ്രസ് പാർട്ടി ഉറപ്പായിട്ട് ചിന്തിക്കും. കാരണം അവരുടെ രീതി അതാണ്. ഞണ്ടുകളുടെ പാർട്ടിയാണ് കോൺഗ്രസും BJP-യും. ഒരാൾ മുമ്പോട്ട് കയറുമ്പോൾ കാലെ പിടിച്ച് വലിക്കും. ഞണ്ടുകളുടെ പാർട്ടിയാണ്. അപ്പൊ ഈ കോൺഗ്രസ് പോലെ ഒരു വിഭാഗം അങ്ങനെ ചിന്തിക്കും, മറുവിഭാഗം സ്വാഭാവികമായിട്ട് തന്നെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സീറ്റ് കൊടുക്കാത്തൊരു പ്രതിഷേധമുണ്ട്. മൂന്നാമത് കോൺഗ്രസിനകത്തുള്ള ഒരു വിഭാഗം എന്ന് വെച്ചാൽ ഷാഫി ടീമും VD സതീശൻ ഷാഫി കൂട്ടുകെട്ട് ഉയർന്നു വരുന്നതിനെതിരെ ഉള്ള ടീം. ഇവരുടെ വോട്ടുകൾ
ഈ നിർണായകമാകുന്ന ഇവരുടെ വോട്ടുകളായിരിക്കും. അല്ലാതെ വേറെ ഒരു വോട്ടുമല്ല, ന്യൂനപക്ഷ വോട്ടുമല്ല, വേറെ ഒരു വോട്ടുമല്ല. ഇവരുടെ വോട്ടാണ് നിർണായകമാകുന്നത്, അല്ലാതെ CPM-ന്റെ വോട്ട് നിർണായകമാകില്ല. കോൺഗ്രസിൽ നിന്ന് എത്ര വോട്ട് ചോർന്നു? 10,000 വോട്ട് കോൺഗ്രസിൽ നിന്ന് ചോർന്നാൽ കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം 10,000 ചോരണ്ട, ഏതാണ്ട് ഒരു 4,000 വോട്ട് കോൺഗ്രസിന്റെ ഇത് കണക്ക് ഈ ഇടഞ്ഞു നിൽക്കുന്ന, മാനസികമായി അകന്നു നിൽക്കുന്ന വിഭാഗത്തിന്റെ വോട്ട് ചോർന്നാൽ BJPക്ക് അനായാസം ജയിക്കാം. അതേസമയം തന്നെ BJP അവരുടെ ഏറ്റവും എന്താണ് താഴെത്തട്ടിലുള്ള ഒരു ചെറിയ ആളുടെ പോലും, അനുഭാവിയുടെ പോലും വോട്ട് കൃത്യമായി വാങ്ങാനും കഴിയണം. അങ്ങനെയാണെങ്കിൽ BJPക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിനോട് വിരോധമുള്ളവർ പോലും വളരെ ഐക്യത്തോടു കൂടി ഇന്നലെയും ഒക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ കണ്ടത്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും കെട്ടുറപ്പോടെ ഈ നേതാക്കളൊക്കെ ഒരു വേദിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടില്ല. അതിനിടയിൽ സുരേന്ദ്രൻ ഇന്നലെ കലാശക്കൊട്ടിൽ പഴയ മുദ്രാവാക്യം പിടിച്ചു കൊടുക്കുന്നതും കണ്ടു. അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് അദ്ദേഹത്തിന്റെ ഈ പഴയ കാലത്തുള്ള സമരങ്ങളൊക്കെ ഉണ്ട്, സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ നടത്തിയ സമരങ്ങളിലൊക്കെ സുരേന്ദ്രൻ ഒരു ഹീറോ ആയി വന്ന സമരങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ ആയിരുന്നു ഇന്നലെ ആ ഒരു. അപ്പൊ അങ്ങനെ ഒരു കാഴ്ച കണ്ടു. അതായത് എന്താ പറയുന്നത്, എല്ലാവരും കൂടെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സുന്ദരമായ കാഴ്ചയുണ്ട്. ആ ഒന്നിച്ചു നിൽക്കുന്നത് നാളെ കൂടെ പ്രതിഫലിച്ചാൽ അത് പെട്ടി വീഴുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരൊരു പുതിയ ഒരു ഗെയിം തുടങ്ങി എന്ന് പറയാം. പിന്നെ ഇതിനിടയിൽ കഷ്ടപ്പെട്ട് ഞെരുങ്ങിപ്പോകുന്ന ഒരാളുണ്ട്, PV അൻവർ. അദ്ദേഹത്തെ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ഇടയ്ക്കൊന്ന് കത്തി വന്നതാണ്. അദ്ദേഹം പാലക്കാട് സ്ഥാനാർത്ഥി നിർത്തി പിന്നീട് പിൻവലിച്ചു. അദ്ദേഹത്തിന്റെയും ഈ ചേലക്കരയിലെയും പാലക്കാട് റിസൾട്ട് അദ്ദേഹത്തെ പാർട്ടിയെ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൂവ്മെന്റിനെ സംബന്ധിച്ച് ഒരു നിർണായക സാധനമാണ്. ഈ രണ്ടിടത്ത് അദ്ദേഹം ചീറ്റിപ്പോയി കഴിഞ്ഞാൽ പൊളിറ്റിക്സിൽ നിന്ന് അദ്ദേഹം ചീറ്റിപ്പോയി എന്നും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പാലക്കാട് ഇനിയിപ്പോ പെട്ടി തുറക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കൂ എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ പ്രവേശനം, കോൺഗ്രസിലേക്കുള്ള സജിന്റെ ഇങ്ങോട്ടുള്ള വരവ്, പിന്നെ ഇവരെ ഇപ്പം അണികളെല്ലാം കൂടെ എടുത്ത് തോളത്ത് വെച്ചേക്കാണ്. വിജയൻ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് 20-ാം തീയതി കഴിഞ്ഞ്, നാളെ കഴിഞ്ഞറിയാം എന്തൊക്കെയാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇവർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എരുതിയിൽ നിന്ന് മറചട്ടിയിലേക്ക് പോയ അവസ്ഥയാണോ, ഒരു കസേര കിട്ടിയില്ല പഴംപൊരി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോ കോൺഗ്രസ് പാർട്ടി ചെന്ന് നോക്കുമ്പോൾ അവിടെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടെ മൈക്കിന് അടികൂടി പരസ്പരം പച്ചയ്ക്ക് തള്ളക്കി വിളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പെട്ടി തുറക്കട്ടെ. പെട്ടി തുറക്കുമ്പോൾ നമുക്കറിയാം. കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊളിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ കാര്യം വിശേഷം പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ്. ഷാഫിയെ ഒതുക്കിയില്ലെങ്കിൽ പണി പാളുമെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഷാഫി അജയ്യനായിട്ട് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഷാഫിയെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് വടകരയെടുത്ത് മത്സരിച്ചത്. അപ്പോഴും ഇവര് വിചാരിച്ചില്ല ഷാഫി അവിടെ ജയിക്കുമെന്ന് കേട്ടോ. വടകര KK ശൈലജ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ ഷാഫിക്ക് കിട്ടിയ ഭൂരിപക്ഷം 1.5 ലക്ഷത്തിന് മേലെയാണ്. അതും ഇവരെ ഞെട്ടിച്ചു കളഞ്ഞു. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ പാറശാല വരെ, അങ്ങ് മുതൽ ഇങ്ങ് വരെ നല്ല വെൽ റെപ്യൂട്ടഡ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു മനുഷ്യനായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ അത് ചെയ്താലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു വിജയ്. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.